ഇടുക്കിയിലെ അനധികൃത ഖനനത്തിൽ പോലീസ് നടപടി ആരംഭിച്ചു. അനധികൃതമായി കരിങ്കല്ല് കടത്തിയ 14 ടിപ്പർ ലോറികൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ജില്ലയിൽ പരിശോധന നടത്തുന്നത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ആൽവിൻ തോമസ് ആണ് നമുക്കൊപ്പം ചേരുന്നത്. ആൽവിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇടുക്കിയിൽ എന്താണ് സംഭവിക്കുന്നത്? ബില്ല, ഗുഡ് മോർണിംഗ്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ അനധികൃത പാറഖനനം അത് വ്യാപകമായി ഇടുക്കിയിലുണ്ട് എന്നുള്ളത് ചില അന്വേഷണങ്ങളിലെ കണ്ടെത്തലായി നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ വാർത്ത നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും SP നടത്തുന്ന ഒരു സംയുക്തമായ ഒരു പരിശോധനയ്ക്കുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി മുതൽ തന്നെ പോലീസ് വാഹനങ്ങൾ ചെക്ക് ചെയ്യുകയാണ്. ഇന്നിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തൊടുപുഴയിലെ ഗാന്ധി സ്ക്വയറിന് സമീപത്തുള്ള ഗ്രൗണ്ടിലാണ് ഇത്രത്തോളം വാഹനങ്ങൾ പിടികൂടിയിട്ടുള്ളത്. ഏതാണ്ട് 15ഓളം വാഹനങ്ങൾ അത് കരിങ്കല്ലുമായി പോയ ടിപ്പർ ലോറികൾ അടക്കമുള്ളവയാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ മതിയായ രേഖകളില്ലാതെയും അതോടൊപ്പം തന്നെ അനധികൃതമായി കൂടുതൽ ലോഡ് കയറ്റിയും കൊണ്ടുപോകുന്ന വാഹനങ്ങളാണ് പിടികൂടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ചെക്കിംഗ് നടപടികളാണ് ഈ സംയുക്തമായി ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ തൊടുപുഴയിൽ പിടിച്ചെടുത്തിരിക്കുന്നത് കുളമാവ്, കരിമണ്ണൂര്, തൊടുപുഴ തുടങ്ങിയ പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ വിന്യസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് വന്നിട്ടുള്ളത്. ഇത് ഇടുക്കി SP പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു മിന്നൽ പരിശോധന ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയത്. പലയിടങ്ങളിലും ഈ പാറമടയിൽ നിന്ന് ഈ കൊണ്ടുപോകുന്ന കല്ല് വലിയ തോതിൽ അളവിൽ കൂടുതലുണ്ട് എന്നുള്ളതിൻ്റെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇടുക്കി ജില്ലാ കളക്ടറും ഇത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തിയിരുന്നു. കാര്യം ഈ അനധികൃത പാറ ഖനനം എത്രയും വേഗം തടയിടുന്നതിന് വേണ്ട നടപടികളുമായി മുമ്പോട്ട് പോകുമെന്ന് വിഘ്നേശ്വരി ജില്ലാ കളക്ടറും വ്യക്തമാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു മിന്നൽ പരിശോധന നടത്തുന്നത്. നമുക്കിപ്പോഴും കാണാവുന്നത് പോലെ പോലീസിൻ്റെ പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോൾ 15ഓളം ലോറികളാണ് ഇപ്പോൾ നിലവിൽ തൊടുപുഴയിൽ മാത്രം പിടികൂടിയിട്ടുള്ളത്. ഇത് ഇടുക്കിയുടെ വിവിധ മേഖലകളിലേക്ക് ഈ പരിശോധന വ്യാപിപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് രണ്ട് തരത്തിലാണ് നിയമലംഘനം ഉണ്ടാകുന്നത്. അതീവ പരിസ്ഥിതി ലോല പ്രദേശങ്ങളിൽ പെട്ട ഒരു ഭാഗമാണല്ലോ, ഫ്രജൈലായിട്ടുള്ള മേഖലയാണല്ലോ ഇടുക്കി എന്ന് പറയുന്നത്. ഒന്ന്, അവിടെ അനധികൃതമായ പാറ പൊട്ടിക്കൽ ക്വാറി പ്രവർത്തനങ്ങളുണ്ട്. രണ്ട്, അമിതമായ അളവിൽ ഇത് മറ്റുള്ള ആളുകൾക്ക് ഉൾപ്പെടെ അപകടകരമായ അളവിൽ ഇത് വലിയ ടിപ്പർ ടോറസ് ലോറികളിൽ കടത്തിക്കൊണ്ടുപോകുന്നു. അങ്ങനെയല്ലേ? നിശ്ചയമായും അങ്ങനെ തന്നെയാണ്. ആദ്യമായി നമ്മൾ പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. അതായത് ആദ്യമായി ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ ഈ ലോറികൾ പിടിച്ചെടുക്കുന്നത്. അതിൽ ഈ കൂടുതൽ അമിതമായ ലോഡിൽ കരിങ്കല്ല് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായും അത് ആ കേസ് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനും അതോടൊപ്പം തന്നെ മൈനിങ് ഡിപ്പാർട്ട്മെൻറ്റിനും പോലീസ് കൈമാറും. അതിൻ്റെ പ്രാഥമിക നടപടികളാണ് ഇപ്പോൾ പോലീസ് നടത്തി വരുന്നത്. അതിനുശേഷം ഇത് ഏത് പാറപ്പടയിൽ നിന്നാണ് ഇത്രത്തോളം അനധികൃതമായാണ് ഖനനം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ട നടപടികളായിരിക്കും പോലീസ് നടത്തുക എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത് ജില്ലാ ഭരണകൂടം അത്തരത്തിലുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ രണ്ട് തരത്തിൽ ബിന്നിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് തരത്തിലാണ് ഈ ഖനനം സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഓവർലോഡ് സംബന്ധിച്ച് ഈ രണ്ട് തരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ഇത് അനധികൃത പാറമടന ഖനനങ്ങൾ കൃത്യമായി കണ്ടെത്താൻ കഴിയും. അവർക്കെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത്തരം കേസുകൾ വരുമ്പോഴാണ് സ്വാഭാവികമായും അത്തരം നടപടികളിലേക്ക് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ജില്ലാ കളക്ടറുടെയും SP പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഈ ദിവസങ്ങളിൽ ഈ പ്രത്യേക മിന്നൽ പരിശോധന തുടരുക. ഓക്കെ, താങ്ക് യു. ആൽവിൻ ആണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന് വളരെ വലിയ രീതിയിലുള്ള അനധികൃത ഖനനം, അത് അനധികൃതമായി കടത്തിക്കൊണ്ടുപോകുന്നത് വ്യാപകമായി തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടുക്കിയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന.